ഇവിടെ മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ? എനിക്കറിയാത്ത ആൾക്കാരില്ലല്ലോ ഇവിടെ. എത്ര കൊല്ലം കുട്ടിക്കാലത്തും അത് കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഇവിടെ തന്നെയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. ചിലവര് പറയും ചേച്ചി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചേച്ചിക്ക് എതിരെ വോട്ട് ചെയ്താട്ടാ BJP-ക്കാര്. പക്ഷെ അവർക്ക് ആ തുറന്ന് പറയാനുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുത്താലേ പറ്റുള്ളൂ. നമ്മുടെ ആൾക്കാർ അങ്ങനെയല്ല. പണ്ട് തന്നെ എതിര് നിൽക്കുമ്പോഴും പറയും ഞങ്ങള് ചേച്ചിക്കാട്ടോ വോട്ട് ചെയ്തെന്നാൽ എനിക്കെല്ലാം വോട്ട് ചെയ്തെന്ന് എനിക്കറിയേ പറയുമ്പോ. എന്തായാലും ഇപ്പോ മൊത്തത്തിലൊരു സപ്പോർട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ കേരളത്തിൽ മൊത്തത്തിൽ BJP-ക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം നിലനിൽക്കുമ്പോൾ BJP-ക്ക് എത്ര സീറ്റ് വരെ പിടിക്കാനാവും എന്ന് വിചാരിക്കുന്നുണ്ട് മൊത്തത്തിൽ? ഉണ്ടാവും എനിക്ക്. ഞാൻ നമ്പേഴ്സ് നോക്കിയിട്ടില്ല, കാരണം ചിലത് അങ്ങനെ ബലാബലായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. പല മണ്ഡലങ്ങളിലും ഇപ്പോ നേരത്തെയൊക്കെ BJP നിന്നിരുന്നൊരു സ്ഥാനത്ത് നിന്നല്ല ഇപ്പൊ ത്രികോണ മത്സരം ഉറപ്പിച്ച് അതിലേക്ക് എത്തിയില്ല നമ്മള്. ഒന്നുമില്ലാത്ത BJP-ന്ന് 3 ഇതായിട്ട് നമ്മൾ എത്തിയില്ലേ, അതന്നെ വലിയൊരു കാര്യമില്ല. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കൊടുക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. പ്രത്യേകിച്ച് ലീഡറുടെ മകൾ എന്നുള്ള രീതിയിൽ കൂടെ നിൽക്കുമ്പോൾ അത് BJP പാർട്ടി വ്യത്യാസം ആരും അത്രയും കണക്കാക്കുന്നില്ല എന്ന് എനിക്കും തോന്നുന്നു. അതെ അതെ.